गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरुः परब्रह्मं तस्मै श्रीगुरवे नमः. ഓം ശ്രീ ഗുരവേ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. 2025 മെയ് 11 മുതൽ 17 വരെ, അതായത് മലയാള വർഷം 1200 ആണ്ട്, മേടം 28 മുതൽ ഇടവം 3 വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത്. ആദ്യമായി മേടക്കൂറിൻ്റെ ഫലങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ബുധനും ജന്മത്തിലും ധനസ്ഥാനത്തുമായി രവിയും ധനസ്ഥാനത്തും സഹോദരസ്ഥാനത്തുമായി വ്യാഴവും സുഖസ്ഥാനത്ത് കുജനും വ്യയസ്ഥാനത്ത് ശനിയും ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. മേടം 31 വ്യാഴം മിഥുനത്തിലേക്ക് മാറുന്നതോടുകൂടി മേടക്കൂറുകാർക്ക് സമയം മോശമാവുകയാണ്. കൂടാതെ ഏഴരശനി കാലം തുടങ്ങിയിരിക്കുന്നു. മനപ്രയാസവും നയനരോഗവും ഉണ്ടാകും. ഇഷ്ടഭക്ഷണ ലാഭം ഉണ്ടാകും. അഗ്നി, ആയുധം, വാഹനം എന്നിവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. രോഗങ്ങൾ വർദ്ധിക്കാനിടയുണ്ട്. ദുർജന സംസർഗവും ബന്ധുക്കളെ കൊണ്ടുള്ള ഉപദ്രവവും ഉണ്ടാകും. ദ്രവ്യനാശവും സഞ്ചാരക്ലേശവും ഉണ്ടാകും. കാലം അനുകൂലമല്ല എന്ന ബോധ്യത്തോടെ മാത്രമേ എല്ലാ കാര്യങ്ങളിലും ഇടപെടാവൂ. പല മാർഗങ്ങളിലൂടെ ധനം ലഭിക്കാമെങ്കിലും അതൊക്കെ ദുർവ്യയം ചെയ്യുന്ന സ്ഥിതി വന്നു ചേരും. ഭാര്യയ്ക്ക് രോഗമുണ്ടാകാൻ സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്ത ഇടവക്കൂറിൻ്റെ ഫലങ്ങളാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകീരം ആദ്യത്തെ പകുതി എന്നിവയാണ് ഇടവക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിലും ധനസ്ഥാനത്തുമായ വ്യാഴവും സഹോദരസ്ഥാനത്ത് കുജനും ലാഭസ്ഥാനത്ത് ശുക്രനും ശനിയും വ്യയസ്ഥാനത്ത് ബുധനും വ്യയസ്ഥാനത്തും ജന്മത്തിലുമായി രവിയും സഞ്ചരിക്കുന്ന സമയമാണ്. പലവിധത്തിലുള്ള സൗഖ്യവും സൽകീർത്തിയും ഉണ്ടാകും. ബന്ധുസമാഗമവും മനസ്സന്തോഷവും ഉണ്ടാകും. സാമ്പത്തികമായി മോശമായിരിക്കുകയില്ല. ശത്രുഭയവും രോഗവർദ്ധനവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാര്യസിദ്ധിയും സന്തോഷവും ഉണ്ടാകും. മൃഷ്ടാന്നലാഭവും ശയനസുഖവും ഉണ്ടാകും. ആയുധങ്ങൾ, യന്ത്രങ്ങൾ എന്നിവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. കർമ്മഗുണം കുറയും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശ്രീകൃഷ്ണപ്രീതി, ദുർഗാപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകേരം അവസാനത്തെ പകുതി, തിരുവാതിര, പുണർദം ആദ്യപാദം എന്നിവയാണ് മിഥുനക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് കുജനും കർമ്മസ്ഥാനത്ത് ശുക്രനും ശനിയും ലാഭസ്ഥാനത്ത് ബുധനും ലാഭസ്ഥാനത്തും വ്യയസ്ഥാനത്തുമായ സൂര്യനും വ്യയസ്ഥാനത്തും ജന്മത്തിലുമായ വ്യാഴവും സഞ്ചരിക്കുന്ന സമയമാണ്. ആരോഗ്യനില മാറ്റമില്ലാതെ തുടരും. കർമ്മരംഗത്ത് തടസ്സങ്ങളും അംഗീകാരങ്ങളും ഉണ്ടാകും. മനോദുഃഖം വർദ്ധിക്കും. മൃഷ്ടാന്ന ലാഭവും ശയനസുഖവും ഉണ്ടാകും. ഭാഗ്യക്കുറവ് അനുഭവപ്പെടും. വിദ്യാലാഭം ഉണ്ടാകും. യാത്രാക്ലേശവും തൊഴിൽ തടസ്സവും പ്രതീക്ഷിക്കാം. കലഹങ്ങളിൽ ഏർപ്പെടും. സ്ഥാനഭ്രംശവും ദുർവ്യാപാരവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി പ്രീതിയും ശിവപ്രീതിയും ശാസ്താപ്രീതിയും മഹാവിഷ്ണു പ്രീതിയും വരുത്തുക. അടുത്തത് കർക്കിടകക്കൂറിൻ്റെ ഫലങ്ങളാണ്. പുണർദം അവസാന പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ കുജനും ഭാഗ്യസ്ഥാനത്ത് ശനിയും ശുക്രനും കർമ്മസ്ഥാനത്ത് ബുധനും കർമ്മസ്ഥാനത്തും ലാഭസ്ഥാനത്തുമായ സൂര്യനും ലാഭസ്ഥാനത്തും വ്യയസ്ഥാനത്തുമായ വ്യാഴവും സഞ്ചരിക്കുന്ന സമയമാണ്. ധർമ്മപ്രവൃത്തികൾ താൽപ്പര്യക്കുറവും സാമ്പത്തിക ബുദ്ധിമുട്ടും ഉണ്ടാകും. ദാമ്പത്യ സൗഖ്യം ഉണ്ടാകും. മനസുഖം കുറയും. ശത്രുക്കളുടെ ഉപദ്രവം കുറയും. സ്വജനവിരഹവും കാര്യതടസ്സവും ഉണ്ടാകും. ഭയം, സഞ്ചാര തടസ്സം എന്നിവ ഉണ്ടാകും. മൃഷ്ടാന്ന ലാഭവും ശയനസുഖവും പ്രതീക്ഷിക്കാം. ആഴ്ച മധ്യം വരെ കർമ്മഗുണം പ്രതീക്ഷിക്കാം. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്ത ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്രം ആദ്യപാദം എന്നിവയാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് വ്യയസ്ഥാനത്ത് കുജനും അഷ്ടമത്തിൽ ശനിയും അഷ്ടമത്തിൽ ശുക്രനും ഭാഗ്യസ്ഥാനത്ത് ബുധനും ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തുമായി സൂര്യനും കർമ്മസ്ഥാനത്തും ലാഭസ്ഥാനത്തുമായി വ്യാഴവും സഞ്ചരിക്കുന്ന സമയമാണ്. പിതാവിന് അരിഷ്ടതകൾക്ക് സാധ്യത കാണുന്നു. മനസുഖം കുറയും. കാര്യവിജയം, ഭയം എന്നിവയുണ്ടാകും. ധനനഷ്ടത്തിനും ഉഷ്ണരോഗങ്ങൾക്കും സാധ്യത കാണുന്നു. ഭാഗ്യക്കുറവ് അനുഭവപ്പെടും. ദൈവാധീനം വർദ്ധിക്കാനുള്ള പ്രവൃത്തികൾ ചെയ്യുക. കളത്ര സൗഖ്യവും രത്നാഭരണ ലാഭവും ഉണ്ടായേക്കാം. പുത്രന്മാർക്കും പശുക്കൾക്കും അരിഷ്ടതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി, ഭദ്രകാളിപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കന്നിക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രം അവസാന പാദം, അത്തം, ചിത്തിര ആദ്യത്തെ പകുതി എന്നിവ ചേർന്നതാണ് കന്നിക്കൂറ്. ഇവർക്ക് കളത്രസ്ഥാനത്ത് ശുക്രനും ശനിയും, അഷ്ടമത്തിൽ ബുധനും, അഷ്ടമത്തിലും ഭാഗ്യസ്ഥാനത്തുമായി സൂര്യനും, ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തുമായ വ്യാഴവും, ലാഭസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. ഭാര്യയ്ക്ക് അസുഖങ്ങൾക്ക് സാധ്യത. സ്ത്രീകൾ കാരണം ദുഷ്പേരുണ്ടാകാൻ സാധ്യതയുണ്ട്. സന്താന ഗുണമുണ്ടാകും. സർക്കാരിൽ നിന്ന് പ്രതികൂല നടപടികൾക്ക് സാധ്യത കാണുന്നു. കർമ്മഗുണം കുറഞ്ഞു തുടങ്ങും. ഭൂമി, വാഹനം എന്നിവ കൈവശം വന്നു ചേരാനുള്ള അവസരം കാണുന്നു. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് തുലാക്കൂറിൻ്റെ ഫലങ്ങളാണ്. ചിത്തിര അവസാനത്തെ പകുതി, ചോതി, വിശാഖം മുക്കാൽ എന്നിവയാണ് തുലാക്കൂറിലുള്ളത്. ഇവർക്ക് ശത്രുസ്ഥാനത്ത് ശനിയും ശുക്രനും, കളത്രസ്ഥാനത്ത് ബുധനും, കളത്രസ്ഥാനത്തും അഷ്ടമത്തിലുമായ രവിയും, അഷ്ടമത്തിലും ഭാഗ്യസ്ഥാനത്തുമായ വ്യാഴവും, കർമ്മസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. എല്ലാവിധ ഭൗതിക സുഖങ്ങളും അനുഭവവേദ്യമാകും. ഒറ്റപ്പെടലും മനോവിഷമങ്ങളും ഉണ്ടാകും. ധനനഷ്ടവും യാത്രാക്ലേശവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്വജനങ്ങളുമായി കലഹത്തിന് സാധ്യത. കർമ്മതടസ്സം നേരിടും. ഭാഗ്യസിദ്ധിയും കാര്യവിജയവും ഉണ്ടാകും. ശാരീരിക അധ്വാനം വർദ്ധിക്കും. സ്ത്രീകൾ നിമിത്തം വിഷമതകൾ ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ലക്ഷ്മീനാരായണ പ്രീതിയും ശിവപ്രീതിയും ഭദ്രകാളി പ്രീതിയും വരുത്തുക. അടുത്തത് വൃശ്ചികക്കൂറിൻ്റെ ഫലങ്ങളാണ്. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നിവയാണ് വൃശ്ചികക്കൂറിലുള്ളത്. ഇവർക്ക് പുത്രസ്ഥാനത്ത് ശനിയും ശുക്രനും, ശത്രുസ്ഥാനത്തും കളത്രസ്ഥാനത്തുമായ സൂര്യനും, ശത്രുസ്ഥാനത്ത് ബുധനും, കളത്രസ്ഥാനത്തും അഷ്ടമത്തിലുമായി വ്യാഴവും, ഭാഗ്യസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. ശത്രുനാശം ഉണ്ടാകും. ശാരീരിക അധ്വാനം വർദ്ധിക്കും. അശന ശയനസുഖവും ധനനഷ്ടവും ഉണ്ടാകും. കാര്യവിജയം ഉണ്ടാകും. ദേഹസൗഖ്യം കുറയും. ഉന്നതന്മാരുടെ പ്രീതി ലഭിക്കും. യാത്രാക്ലേശം ഉണ്ടാകും. സന്താന ഗുണവും ബന്ധുഗുണവും ഉണ്ടാകും. കോപം നിയന്ത്രിക്കണം. അഷ്ടമവ്യാഴം തുടങ്ങിയിരിക്കുകയാണ്. അതിനാൽ എല്ലാ കാര്യങ്ങളിലും പ്രത്യേക ശ്രദ്ധ പുലർത്തണം. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി, ഭദ്രകാളിപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ധനുക്കൂറിൻ്റെ ഫലങ്ങളാണ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യപാദം എന്നിവയാണ് ധനുക്കൂറിലുള്ളത്. ഇവർക്ക് സുഖസ്ഥാനത്ത് ശുക്രനും ശനിയും, പുത്രസ്ഥാനത്ത് ബുധനും, പുത്രസ്ഥാനത്തും ശത്രുസ്ഥാനത്തുമായി സൂര്യനും, ശത്രുസ്ഥാനത്തും കളത്രസ്ഥാനത്തുമായ വ്യാഴവും, അഷ്ടമത്തിൽ കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. മനോവിഷമങ്ങൾ ഉണ്ടാകും. മൃഷ്ടാന്ന ലാഭവും ശയനസുഖവും പ്രതീക്ഷിക്കാം. ശാരീരികമായ സുഖാനുഭവങ്ങൾ ലഭിക്കും. അമിതമായ ചെലവിന് സാധ്യത കാണുന്നു. കാര്യതടസ്സവും മാനനഷ്ടവും ഉണ്ടായേക്കാം. കുടുംബകലഹത്തിനും വിവേകശൂന്യമായ പെരുമാറ്റത്തിനും സാധ്യത കാണുന്നു. സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി യാത്ര പോകാൻ സാധ്യതയുണ്ട്. സന്താന ഗുണവും ബന്ധുഗുണവും ഉണ്ടാവും. വാഹനങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി, ഭദ്രകാളിപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മകരക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യത്തെ പകുതി എന്നിവയാണ് മകരക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദരസ്ഥാനത്ത് ശുക്രനും ശനിയും, സുഖസ്ഥാനത്ത് ബുധനും, സുഖസ്ഥാനത്തും പുത്രസ്ഥാനത്തുമായ രവിയും, പുത്രസ്ഥാനത്തും ശത്രുസ്ഥാനത്തുമായ വ്യാഴവും, കളത്രസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. സഹോദര ഗുണവും ആരോഗ്യവർദ്ധനവും ഉണ്ടാകും. ഐശ്വര്യവും ആജ്ഞാശക്തിയും വർദ്ധിക്കും. അനുഭവ ഗുണം കുറയും. ബന്ധുസമാഗമവും യാത്രാഗുണവും ഉണ്ടാകും. ദാമ്പത്യ കലഹത്തിന് സാധ്യത കാണുന്നു. സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിച്ചേക്കാം. ശാരീരികമായ സുഖാനുഭവങ്ങൾ ലഭിക്കും. കാര്യതടസ്സവും ദുഷ്ചലവും ഉണ്ടാകും. മനപ്രയാസത്തിനുള്ള സാധ്യത കാണുന്നു. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, മഹാവിഷ്ണുപ്രീതി, ഭദ്രകാളിപ്രീതി എന്നിവ വരുത്തുക. അടുത്ത കുംഭക്കൂറിൻ്റെ ഫലങ്ങളാണ്. അവിട്ടം അവസാനത്തെ പകുതി, ചതയം, പൂരിട്ടാതി മുക്കാൽ എന്നിവയാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് ശുക്രനും ശനിയും, സഹോദരസ്ഥാനത്ത് ബുധനും, സഹോദരസ്ഥാനത്തും സുഖസ്ഥാനത്തുമായി രവിയും, സുഖസ്ഥാനത്തും പുത്രസ്ഥാനത്തുമായി വ്യാഴവും, ശത്രുസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. അലങ്കാര വസ്തുക്കൾ സമ്മാനമായി ലഭിക്കാൻ സാധ്യതയുണ്ട്. അകാരണമായ ഭയം ഉണ്ടാകും. തൊഴിൽ പുരോഗതി ഉണ്ടാകും. ശത്രുശല്യം ശമിക്കും. കാര്യങ്ങൾ അനുകൂലമാകും. സഹോദര ഗുണം കുറയും. അനുഭവ ഗുണം ഉണ്ടാകും. വിദ്യാതടസ്സവും വാക്പിഴയും ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി എന്നിവ വരുത്തുക. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ശനിയും ശുക്രനും, ധനസ്ഥാനത്ത് ബുധനും, ധനസ്ഥാനത്തും സഹോദരസ്ഥാനത്തുമായ സൂര്യനും, സഹോദരസ്ഥാനത്തും സുഖസ്ഥാനത്തുമായി വ്യാഴവും, പുത്രസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്.
രോഗങ്ങൾ വർദ്ധിക്കും. അന്യദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം. അശന ശയന സുഖവും ദാമ്പത്യ സൗഖ്യവും പ്രതീക്ഷിക്കാം. കാര്യതടസ്സവും നാൽക്കാലികളിൽ നിന്ന് ഭയവും ഉണ്ടാകും. ധനലാഭവും സംസാരം കൊണ്ട് ഗുണാനുഭവങ്ങളും ഉണ്ടാകും. ജ്വരവും ഉചിതമല്ലാത്ത ചിന്തകളും മനസ്സിനെ അലട്ടും. അഗ്നി, ആയുധം, വാഹനം എന്നിവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. നയനരോഗത്തിന് സാധ്യതയുണ്ട്. മനപ്രയാസം ഉണ്ടാകും. ദോഷ പരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക.